ഹായ്, വെൽക്കം ബാക്ക് ടു അബിസുഷൻ. നമ്മൾ എല്ലാവരും പല കാര്യങ്ങളും സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മളെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഉപയോഗിക്കാറുണ്ട് അല്ലെ. പക്ഷെ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഗൂഗിൾ ക്രോമിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സൂപ്പർ ഒരു ഓപ്ഷൻ അതിൽ കിടക്കുന്നുണ്ട്. അത് നമ്മൾ ഓഫ് ആയി കിടക്കുകയാണ്. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ കൊടുക്കാം. മാത്രമല്ല എന്റെ ഫേസ്ബുക്ക് ഉണ്ട്. ആ ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. അതിനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ആ ഫേസ്ബുക്ക് വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും ആ ഫേസ്ബുക്ക് അക്കൗണ്ട് കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. മൊബൈൽ ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിനാണ് നമുക്ക് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത്. ഗൂഗിൾ ക്രോമിൽ നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന അറിയാലോ. അപ്പൊ ഗൂഗിൾ ക്രോമിലുള്ള ഒരു അടിപൊളി ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് സെർച്ച് ഓപ്ഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സെർച്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. ഞാൻ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു മമ്മൂട്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ നിന്ന് സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഞാൻ മമ്മൂട്ടി വിക്കിപീഡിയ നമ്മൾ ടൈപ്പ് ചെയ്ത സമയത്ത് നമുക്ക് അതിന്റെ സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഏത് സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്തു ഇതിൽ ഏതെങ്കിലും ഒരു ലെറ്റർ, ഒരു വാക്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സെന്റൻസിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്, അതിന് കൂടുതൽ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം എന്ന് നമുക്ക് തോന്നുകയാണ് വിചാരിക്കുക. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വേർഡിന്റെ മേലെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നേരെ താഴെ നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വരണം. കാരണം നമുക്ക് ഒരു വേർഡിനെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ ആ ഫുൾ ഡീറ്റെയിൽഡ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ക്രോമിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. പലർക്കും ഇത് അറിയില്ല. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണില് ഗൂഗിൾ ക്രോമിൽ ഏറ്റവും മുകളിൽ ആ 3 ഡോട്ട്സ് കാണുന്നില്ല, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മനസ്സിലാക്കിയിട്ട് തന്നെ നോക്കുക സെറ്റിംഗ്സ്. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഗൂഗിൾ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. കാണുന്നില്ലേ, ഗൂഗിൾ സർവീസസ്. ആ ഗൂഗിൾ സർവീസസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3-4 ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ കാണാം ടാപ്പ് ടു സെർച്ച്, ടച്ച് ടു സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും. ഇത് ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്, ഓഫ് ആണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക, ഇവിടെ ഓൺ ആക്കി കൊടുക്കുക. ഇങ്ങനെ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് നേരെ ആ വെബ്സൈറ്റിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. ഞാൻ നേരെ ആ വെബ്സൈറ്റിലേക്ക് തന്നെ പോവാണ്. ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഒന്നുകൂടി ആ വെബ്സൈറ്റ് എടുക്കുകയാണ്. മമ്മൂട്ടിന്റെ ആ വെബ്സൈറ്റിന്റെ എടുത്തു അല്ലെ. ഏത് വേണമെങ്കിലും എടുക്കാം, ഏത് വെബ്സൈറ്റിൽ വേണമെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതിന് കൂടുതലായിട്ടുള്ള അറിവ് നമുക്ക് കിട്ടാൻ വേണ്ടി ഇപ്പൊ ഞാനിവിടെ ഏതെങ്കിലും ഒരു സെന്റൻസിന്റെ മേലെ ഞാനൊന്ന് ടച്ച് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, താഴേക്ക് കണ്ടില്ലേ, അത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് സ്വൈപ്പ് ചെയ്യാൻ. മുകളിലോട്ട് കണ്ടില്ലേ, ആ ഡിക്ഷണറിയിൽ അതിന്റെ ആ ഒരു ലെറ്ററിന്റെ ആ ഒരു സെന്റൻസിന്റെ ഡീറ്റെയിൽഡ് എന്താണ്, അത് മലയാളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കാൻ പറ്റും. ഇവിടെ ഇംഗ്ലീഷിലാണ് വരുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലാംഗ്വേജിലേക്ക് നിങ്ങൾക്ക് മാറ്റാം. അതല്ല നിങ്ങൾക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിലേക്കോ അല്ലെങ്കിൽ ഏതിലേക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ലാംഗ്വേജിൽ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു ആപ്ലിക്കേഷനിലേക്ക് എന്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഗൂഗിളിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനും അതിന്റെ മീനിങ്ങും അതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്.